ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പാലാരിവട്ടത്തുള്ള പൈപ്പ് ലൈൻ ജംഗ്ഷനടുത്തുള്ള നമ്മുടെ അൾട്രാ വയലറ്റ് ബൈക്കിൻ്റെ ഷോറൂമിലാണ്. സോ ആക്ച്വലി ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഓപ്പണിംഗ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഓക്കെ, ഇവിടെ ഒത്തിരി വേരിയൻ്റുള്ള ബൈക്കുകളുണ്ട് കേട്ടോ. കാരണം കുറച്ച് സൂപ്പർ ബൈക്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളി ബൈക്കാണ്. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളും അല്ലെങ്കിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വരിക, ഈ ഷോറൂം വിസിറ്റ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇവിടുത്തെ സ്റ്റാഫ്സ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബൈക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊരു തന്നെ തുടങ്ങാം. എൻ്റെ വോയിസ് കേൾക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഷൂസ് വരുന്നുണ്ട്. ആൻഡ് ഹെൽമെറ്റ് വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ബ്ലാക്ക് ലവേഴ്സിനൊക്കെ പറ്റിയ വണ്ടിയാണ് കേട്ടോ അത്. കാരണം ഇത് മെയിനായിട്ട് ഇത് കോസ്മിക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രാ അക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്ത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വെഹിക്കിളാണ്. പിന്നെ വരുന്നത് സൂപ്പർ സോണിക് സിൽവർ ആൻഡ് പ്ലാസ്മ റെഡ്, രണ്ടും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഇത് കുറച്ച് ബ്രൈറ്റ് റെഡ് അല്ല, കുറച്ച് നോർമൽ റെഡിനെല്ലാം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു റെഡാണ്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് വേറെ ഒന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന മറ്റൊരു ഷെയ്ഡാണ് കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് സ്റ്റെല്ലാർ വൈറ്റ് തന്നെയാണ്. ഇത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ മറ്റുള്ള കളേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫാണ്. എങ്കിലും കുറച്ചുകൂടെ പ്രീമിയം ലുക്കൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ മറ്റൊരു ഷെയ്ഡ് വരുന്നത് ലൈറ്റ്നിങ് ബ്ലൂ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ്. സോ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ഷെയ്ഡിൻ്റെ പേരാണ് ആഫ്റ്റർ ബേർണർ യെല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി അട്രാക്റ്റീവ് ഷെയ്ഡാണ്. കുറച്ചുകൂടെ അധികം ഫോട്ടോഷൂട്ടിനും കാര്യത്തിനൊക്കെയാണ് എല്ലാവരും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡാണ് നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും മേടിക്കുന്നത്. ഓൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂവിങ്ങായിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ടർബോ ബ്ലാക്ക് റെഡാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ഷോറൂം എന്ന് പറയുന്നത് സ്വന്തം കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ആരും ചാൻസ് മിസ് ചെയ്യാണ്ട് ഒന്നും വന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നേ. അല്ല, എൻ്റെ അനുഭവം പൊളിയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. ദെൻ നമ്മുടെ അടുത്ത ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ഗ്രേ എന്ന് പറഞ്ഞൊരു അടിപൊളി സ്റ്റാൻഡേർഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതും കുറച്ചുകൂടി അട്രാക്റ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ മാനേജർ നമ്മുടെ കൂടെയുണ്ട്. മിസ്റ്റർ മോഹൻ സാറാണ് കൂടെ ഉള്ളത്. സോ സർ, ഈ ഒരു ഷോറൂം അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് മാറാൻ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മറ്റുള്ള സൂപ്പർ ബൈക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആക്ച്വലി നമ്മളിതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബൈക്കാണ്. ഓക്കെ, അതായത് ഒരു കൊല്ലം മുന്നേ ഒരു 300 കിലോമീറ്റർ ഒരു ബൈക്കിൽ റേഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അൾട്രാവയലറ്റ് എന്നുള്ള ബ്രാൻഡാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. സെക്കൻഡ്ലി 323 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. ഒരു പെർ കിലോമീറ്റർ 30 പൈസയാണ് വരുന്നത്. ഓക്കെ, സോ ഇതിലൊരു വേറൊരു ബെനിഫിറ്റ് കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേസിക്കലി 2 സെറ്റ് ഓഫ് കസ്റ്റമേഴ്സാണ് നമുക്ക് വരുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ സെഗ്മെന്റ്. നമ്മുടെ സെഗ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റിന, ഹീറോ ഹോണ്ട, സ്പ്ലെൻഡർ, അങ്ങനെയുള്ള ചെറിയ നോർമൽ സീരീസ് വെഹിക്കിൾസ്. ഇതിൽ കസ്റ്റമേഴ്സിന്റെ ഒരു സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ റൈഡ് കംഫർട്ടോ ഒന്നും വേണ്ട. നോർമലായിട്ട് മൈലേജ് മാത്രം ഓറിയന്റഡ് ആയിട്ട് ബൈക്ക് എടുക്കുന്ന ആൾക്കാരാണ്. സെക്കൻഡ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൈലേജ് ഒരു പ്രശ്നമല്ല. അവർക്ക് പവർ വേണം, ലുക്സ് വേണം, പിന്നെ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അവരുടെ രീതി. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക, റേഞ്ചിൽ കോംപ്രമൈസ് ചെയ്യും, അല്ലെങ്കിൽ പെർ കിലോമീറ്ററിൽ ഇത്ര മൈലേജ് എന്നുള്ളൊരു സംഭവം കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ സെഗ്മെന്റ് എടുക്കുമ്പോൾ പവർ ഉണ്ടാവില്ല, എന്നാൽ പവർ ഓറിയന്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് എടുക്കുമ്പോൾ മൈലേജ് ഉണ്ടാവില്ല. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസില്ല, അൾട്രാവയലറ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന 2 മോഡൽസും റേഞ്ചും ഉണ്ട്, പവറുണ്ട്, സ്റ്റൈലിംഗും ഉണ്ട്, ലുക്കും ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ.
ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് സാധാരണ ഒരു നോ കോംപ്രമൈസ് അപ്രോച്ച്. അതെ അതെ, എല്ലാവർക്കും പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കൊരു സൂപ്പർ പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് നമുക്ക് അൾട്രാവയലറ്റ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് ഇതിൽ EMI കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. 90% ഫണ്ടിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, മാക്സിമം നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ടായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ EMI ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒരുപാട് ഫണ്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ജസ്റ്റ് വൺസ് ഒന്നുകൂടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഇവിടെ വന്നാൽ തന്നെ എല്ലാവരും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 40,000 ഒരു ഡിസ്കൗണ്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി നമ്മുടെ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് 1000 കസ്റ്റമേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ട്. ആക്ച്വലി ഇന്നലെ ആയിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ. കൊച്ചിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. വണ്ടി വരും, ഇവിടെ ടെസ്റ്റ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ടെസ്റ്റ് ചെയ്യൂ, എക്സ്പീരിയൻസ് ചെയ്യും, എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ബേസിക്കലി 3 പ്ലാറ്റ്ഫോമിലാണ് കളേഴ്സ് വരുന്നത്. ഒരു പ്ലാറ്റ്ഫോമിൽ എസ് ടൈപ്പിലുള്ള വേരിയൻറ്റിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ, സൂപ്പർ സോണിക് സിൽവർ, ടെല്ലർ വൈറ്റ്. പിന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോം വരുന്നത് ലേസറിലാണ്. ഓക്കെ, പ്ലാസ്മ റെഡ് വരും, ആർട്ടോക്ലോഡ് യെല്ലോ, ടർബോ റെഡ്. പിന്നെ ഷാഡോ എന്നുള്ള സീരീസ് കൂടി വരുന്നുണ്ട്. അത് സ്റ്റെൽത്ത് ഗ്രേ, ആസ്ട്രോഡ് ഗ്രേ, കോസ്മിക് ബ്ലാക്ക്. ഓക്കെ, അങ്ങനെ ടോട്ടലി 9 കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം നല്ല കളേഴ്സാണ്. അപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് ബുക്കിംഗ് വരുന്നത് ആർട്ടോക്ലോഡ് യെല്ലോ എന്നുള്ള ഈ ഒരു വേരിയൻ്റാണ് കൂടുതൽ ബുക്കിംഗ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കോസ്മിക് ബ്ലാക്ക് ആണ്. ഓക്കെ, അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാനിയേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു IT ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ കസ്റ്റമേഴ്സ് എല്ലാം എടുക്കുന്നത് സ്റ്റെൽത്ത് ഗ്രേ എന്നുള്ള കളർ, നല്ല ബുക്കിംഗ് ആയിട്ടുള്ള കളറാണ്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് ഈ സ്റ്റെല്ലർ വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, എല്ലാ കളർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളെ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിന് കാറ്റർ ചെയ്യാനുള്ള ഫുൾ കളർ വേരിയൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ പ്ലീസ് കം എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ആഷിഖ് ഗ്രൂപ്പ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇതിപ്പോൾ അൾട്രാവൈറ്റിൻ്റെ F77 എന്ന് പറഞ്ഞ മോഡലാണ്. 2 വേരിയൻസ് അവൈലബിൾ ആണ്. F77 ഒറിജിനൽ, അതുപോലെ റിക്കോൺ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് നമ്മളുടെ ഡിഫറൻസ് റേഞ്ചിലാണ്. ഹയർ വേരിയൻറ്റിൽ വരുമ്പോൾ ഒരു സിംഗിൾ ചാർജിൽ 323 കിലോമീറ്റേഴ്സാണ് IDC റേഞ്ച്. റിയൽ ഗോൾഡ് ഏകദേശം ഒരു 280 വരെയൊക്കെ റിയൽ ഗോൾഡ് റേഞ്ച് കിട്ടും. ബാക്കി പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 40 HP 100 Nm ഓഫ് ടോക്കാണ് വരുന്നത്. മറ്റേ ലോവർ റേഞ്ചിൽ വരുമ്പോൾ അതിന് 211 IDC വരുന്നത്. ബാക്കി പെർഫോമൻസ് ഫിഗേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ലുക്സും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. മൊത്തം നമുക്ക് 9 കളർ വേരിയൻസ് വരുന്നുണ്ട്. കളേഴ്സ് അനുസരിച്ച് ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് വെഹിക്കിൾ ഓൺ ആയി കഴിയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതുപോലെ വരുന്നത്. നമുക്ക് 3 റൈഡ് മോഡ്സ് ആണ് വരുന്നത്. ഈ ബട്ടണിൽ ഓരോ പ്രസ് ചെയ്യുമ്പോഴും ഓരോ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാം, ഇപ്പോൾ കിടക്കുന്നത് ബാലിസ്റ്റിക് എന്നുള്ള മോഡിലാണ്. ഗ്ലൈഡാണ് ഇക്കോ മോഡ്, ഫസ്റ്റ് മോഡാണ്. സെക്കൻഡ് കോമ്പാക്ട്, ദെൻ ബാലിസ്റ്റിക്, അങ്ങനെയാണ് വരുന്നത്. ബാലിസ്റ്റിക്കാണ് മോസ്റ്റ് പവർഫുൾ മോഡ്. 155 ആണ് എൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പീഡോമീറ്റർ, അതുപോലെ ഓഡോമീറ്റർ, ടൈം, ദിസ് റൈഡിൻ്റെ കിലോമീറ്റർ, ബാറ്ററി പെർസെൻറ്റേജ്, റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. നമുക്കൊരു മെനു ഓപ്ഷൻ വരുന്നുണ്ട്. മെനുവിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് My F77 എന്ന് പറഞ്ഞൊരു ഇതാണ്. അതിൽ കയറിയ വെഹിക്കിളിൻ്റെ ഓഡോമീറ്റർ റീഡിങ്ങും ബിൻ നമ്പർ, അതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ദെൻ നാവിഗേഷൻ വരുന്നുണ്ട്. നമുക്കിതിൽ ഫുൾ മാപ്പായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അൾട്രാവയലറ്റിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അത് ത്രൂ ആണ് ഇത് കൺട്രോൾ ചെയ്യണം. അതിൽ നമുക്ക് നാവിഗേഷൻ സെറ്റ് ചെയ്തിട്ട് അത് വെഹിക്കിളിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഫുൾ മാപ്പായിട്ട് തന്നെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. നാവിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഇങ്ങനെ ആയിരിക്കും. സ്പീഡ് ഇവിടെ കാണിക്കും, റേഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അങ്ങനെയാണ് വരുന്നത്. ബാക്കി വാർണിംഗ്സ് ഒക്കെ ഇവിടെ മുകളിലുള്ള ഈ ഭാഗത്ത് കാണിക്കും. പിന്നെ നെക്സ്റ്റ് മൈ ട്രിപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ട്രിപ്പ് 1, 2, 3 വരും. ഇത് നോർമൽ ട്രിപ്പ് ഡാറ്റയാണ് കാണിക്കുന്നത്. പിന്നെ സെറ്റിങ്സിൽ നമുക്ക് ഡിസ്പ്ലേയും സൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേയിൽ വരുന്നത് തീം, അതുപോലെ ബ്രൈറ്റ്നസ്, മോഡ്, ഇത് 3ആണ്. തീം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തീം അവൈലബിൾ ആണ്. പാരലാക്സ് ആൻഡ് റഡാർ. 2 തീമും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ അല്ലെങ്കിൽ മാനുവലാണ് വരുന്നത്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അത് ഓട്ടോ അഡ്ജസ്റ്റ് ആവും. മാനുവലാണെങ്കിൽ നമുക്ക് ഇവിടെ മാനുവൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു നൈറ്റ് മോഡും ഡേ മോഡും ഉണ്ട്.
അതും ഈ പറയുന്ന പോലെ ഈ കാണുന്ന കളറാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനും ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അത് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. പിന്നെ സൗണ്ട് നമുക്ക് കേൾക്കുന്ന ഈ സൗണ്ടില്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കിൻ്റെ സൗണ്ടാണ്. പിന്നെ കൺട്രോൾസിലാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ പെർഫോമൻസും അതുപോലെ ABS ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്ത് വരുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് 3 സെക്ഷനാണ്. ഒന്ന് ABS, പിന്നെ റീജിയൻ ബ്രേക്കിംഗ്, മൂന്നാമത്തെ ട്രാക്ഷൻ കൺട്രോൾ. ABS നമുക്ക് ഡുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡ് വരുന്നത്. അത് വേണമെങ്കിൽ മോണോ ആക്കാം, റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ വരുന്നത്. പിന്നെ റീജിയൻ ബ്രേക്കിംഗ് നമുക്ക് 9 സ്റ്റെപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ പുതിയ വെഹിക്കിൾ ആയതുകൊണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 സ്റ്റെപ്പ് വരെ റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ഇത് 2 സ്റ്റെപ്പ് ഉണ്ടാവും. പിന്നെ ഹിൽ ഹോൾഡ് വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെവൽ 3 എന്ന് പറഞ്ഞാൽ മാക്സിമം ട്രാക്ഷൻ കൺട്രോൾ ആയിരിക്കും. പിന്നെ ഹിൽ ഹോൾഡ് ഇതിലിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഹിൽ ഹോൾഡ് എന്താണെന്ന് അറിയാമല്ലോ, ഇപ്പോൾ ചെറിയ സ്ലോപ്പിലൊക്കെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഒന്നും പിടിക്കാതെ തന്നെ വെഹിക്കിൾ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചറാണത്. അതും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആപ്പ് ത്രൂ തന്നെ അത് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഫോൺ എടുക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ തന്നെ അത് കാണാൻ പറ്റും. അടുത്തത് വരുന്നത് ബ്ലൂടൂത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്ക്രീനിൽ നമുക്ക് കോളൊക്കെ വരുമ്പോൾ ഇതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും, ഫോണിൻ്റെ കോയിലാണെങ്കിൽ. പിന്നെ ഉള്ളത് ബാറ്ററി എന്ന് പറഞ്ഞൊരു മെനുവാണ്. അതിൽ ബാറ്ററിയുടെ കണ്ടീഷൻ, അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ കറണ്ട് ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഉള്ള ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നറിയാം. പിന്നെ TPMS ആണ്, അതൊരു അഡീഷണൽ ആക്സറേറ്റ് വരുന്നതാണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് വെഹിക്കിളിൻ്റെ റിയൽ ടയർ പ്രഷർ കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെനു എന്നുള്ള സ്ക്രീനിൽ വരുന്നത്. പിന്നെ നമുക്ക് റീജൻ, ഇതിൽ 9 സ്റ്റെപ്പ് റീജൻ ഓൺ ദ ഗോയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ മെനുയുടെ ഉള്ളിൽ കയറാതെ തന്നെ ഈ കാണുന്നതാണ് റീജൻ്റെ ലെവൽസ്. നമുക്ക് ഈ കാണുന്ന 2 ബട്ടൺ, ഈ പ്ലസ് ഈ ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് അത് നമുക്ക് പ്ലസ് മൈനസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റൈഡിങ്ങിൽ തന്നെ ഓൺ ദ ഗോയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടിയുണ്ട്. ഫുൾ റീജൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് റിട്ടേൺ ബാറ്ററിയിലേക്ക് ചാർജ് കയറുകയും ചെയ്യും. നമുക്കൊരു ബ്രേക്കിംഗ് എഫക്റ്റും കൂടി കിട്ടും. റീജൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ബൈ ബൈ.